വളരെ വർഷങ്ങൾക്ക് ശേഷം ഹൃദയസ്പർശിയായ, നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന, നമ്മുടെ കണ്ണുകളെ നനയിക്കുന്ന, വായനക്കാരനെ പിടിച്ചിരുത്തി വായന നിർത്താൻ അനുവദിക്കാത്തൊരു പുസ്തകമാണ് ശ്രീ ബാബു അബ്രാഹാം എഴുതിയിട്ടുള്ള കമ്പളികണ്ടത്തെ കൽഫർണികൾ എന്ന് പറയുന്ന പുസ്തകം. മാതൃഭൂമി ബുക്സിൻ്റെ ഒരു ബെസ്റ്റ് സെല്ലർ ബുക്കാണിത്. ഇതിപ്പോൾ 5ാമത്തെ പതിപ്പ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എത്ര പതിപ്പ് ഇറങ്ങിയെന്ന് അറിഞ്ഞുകൂടാ, കാരണം അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു ബുക്കാണിത്. അല്ലേ, ഇതിൽ കഥയെന്ന് പറയുന്നത് ഒരു ബാലൻ്റെ കഥയാണ്. ശരിക്കും അവൻ്റെ ഒരു ചെറിയൊരു കുടുംബത്തിൻ്റെ, അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിമാരും അടങ്ങുന്ന ചെറിയ കുടുംബത്തിൻ്റെ കഥയാണ് അതിൻ്റെ ഓൺലൈൻ സ്റ്റോറി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ അവരുടെ ജീവിതം. പക്ഷെ അവരാ ജീവിതം അനുഭവിച്ച് തീർത്തത് അത് ഒരു വല്ലാത്തൊരു അനുഭവത്തിൽ കൂടിയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. ഭക്ഷണമില്ലാതെയും അത്യാവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ബേസിക് ഒരു അമ്യൂണിറ്റീസ് ഒന്നുമില്ലാത്ത ബേസിക് നെസസിറ്റീസ് ഒരു മനുഷ്യനുണ്ടല്ലോ. പട്ടിണി എന്നൊക്കെ പറയുന്നത് നമ്മൾ നിർവചിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് പല രീതിയിലാണ്. എങ്കിലും നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. ഭക്ഷണമാണല്ലോ ഏറ്റവും പ്രധാനം. അതില്ലാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയും വളരെ ജീവിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ കഴിഞ്ഞുകൂടുകയും, അപ്പോൾ ആ ഒരു 3-4 മക്കളും ഈ അമ്മയും അച്ഛൻ നാട് വിട്ടു പോവുകയും, പക്ഷെ പിന്നീട് അച്ഛൻ തിരിച്ചു വന്നുവെങ്കിലും അത് കുടുംബത്തിന് വലിയ പ്രയോജനപ്രദമാകുന്നില്ല. വീണ്ടും മദ്യപാനിയായിരുന്ന അച്ഛൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിലുണ്ടാകാവുന്ന ഒരു പഴയ പ്രശ്നങ്ങൾ, നമ്മൾ പരമ്പരാഗതമായിട്ട് സിനിമകളിൽ കാണുന്ന പോലുള്ള ഒരു കുടുംബകലഹവും പ്രശ്നങ്ങളും, അങ്ങനെ വീണ്ടും നാട് വിട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ജീവിച്ചു വന്നൊരു ബാലൻ്റെ കഥയാണ് ശരിക്കും കമ്പളികണ്ടത്തെ കൽഫർണികൾ എന്ന് പറയുന്നത്. അത് സമൂഹത്തിൽ അവന് അനുഭവിക്കേണ്ടി വന്ന അവഗണനയും, അവനെ തിരസ്കരിച്ച ആളുകളും, അവനെ സഹായിക്കുമെന്ന് വിചാരിച്ച ആളുകൾ അവനെ ആട്ടിപ്പായിച്ചതും, സഹായം അപ്രതീക്ഷിതമായിട്ട് ചില സ്ഥലത്തു നിന്ന് ലഭിച്ചിട്ടുള്ള അപ്രതീക്ഷിത സഹായങ്ങളും, ഇതെല്ലാം മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന കഥയാണ്. അവൻ്റെ കഥയെന്ന് പറയാൻ കഴിയില്ല, അവൻ്റെ ജീവിതമാണ്. നമുക്കത് കഥയാണ്. തീർച്ചയായിട്ടും നല്ലൊരു പുസ്തകമാണ് കമ്പളികണ്ടത്തെ കൽഫർണികൾ. ഈ കാലത്ത് ഇങ്ങനെ ഒരു പുസ്തകം എഴുതി ഇറങ്ങി അത് പ്രസിദ്ധീകരിക്കാൻ, അത് വായിക്കാൻ പറ്റിയ നമുക്കൊക്കെ ഞാനൊക്കെ അതിനകത്ത് വളരെ ഭാഗ്യവാനാണെന്ന് കരുതുന്നു.